ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആണവ വൈദ്യുത നിലയങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ആണവ വൈദ്യുത നിലയങ്ങൾ. PSC ചോദിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഭാഗത്തുനിന്ന് മാത്രമേ ചോദിക്കൂ, ഇതിൻ്റെ കൂടുതലൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ ഒരു 9 പോയിന്റ് ഉണ്ട്. ആ 9 പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് താരാപൂർ ആണ്. താരാപൂർ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ് അല്ലെ. അപ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ യഥാർത്ഥത്തിൽ താരങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാന്മാരാണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. യഥാർത്ഥത്തിൽ താരങ്ങൾ ആരാണ്? മഹാത്മാന്മാരാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ താരാപൂർ എന്താണ്? മഹാരാഷ്ട്രയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊവാഡയാണ്, ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആന്ധ്രാപ്രദേശിൽ മീൻസ് ആന്ധ്രക്കാരൊക്കെ ഭയങ്കര വാടയാണ് രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. ആന്ധ്രക്കാർക്കൊക്കെ ഭയങ്കര വാടയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. കൊവാഡ ആന്ധ്രാപ്രദേശും. നെക്സ്റ്റ് റാവത്തുപട്ടാണ്, രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഞാൻ ഈ ആദ്യത്തെ നമ്മളിപ്പോ ഇത് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ റാവത്ത് ഭട്ടിന്റെ 6-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജസ്ഥാൻ 6-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടും എന്ന് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. റാവത്ത് ഭട്ട് രാജസ്ഥാൻ. ഓക്കെ. നെക്സ്റ്റ് കൽപ്പാക്കം, തമിഴ്നാട്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ് നറോറയാണ്. നറോറ ഉത്തർപ്രദേശിലാണ്. നമ്മൾ ഈ ചില സമയത്ത് ഉത്തരങ്ങളൊക്കെ എഴുതുമ്പോൾ നറേഷനായിട്ട് എഴുതണം എന്ന് പറയില്ലേ? നറേഷനും കൂടി എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. നറേഷൻ എന്നുള്ള രീതിയിൽ ഉത്തരവുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഉത്തരവൊക്കെ നമ്മൾ റോ ആയിട്ടാണ് എഴുതുക. റോ ആയിട്ടാണ് ഉത്തരങ്ങളൊക്കെ എഴുതുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് കക്രപ്പാറയാണ്, ഗുജറാത്ത്. ഓക്കെ, ഞാനിത് ഓർത്ത് വെച്ചിട്ടുള്ളത് കക്രപ്പാറ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പാറയൊക്കെ കക്കാൻ രാത്രിയിലാണ് വരാന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. കക്രപ്പാറ എന്നാണ്. കക്രപ്പാറ. അപ്പൊ ഈ പാറയൊക്കെ കക്കാൻ രാത്രിയിലാണ്. ഗുജറാത്ത് രാത്രിയായിട്ടാണ് എടുത്തത്. കക്കയൊക്കെ എന്താ പറയാ, പാറയൊക്കെ കക്കാൻ രാത്രിയിലാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഗുജറാത്ത്. കക്രപ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. നെക്സ്റ്റ് കൈഗയാണ്, കർണാടകം. ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഒരുപോലെയാണ് അല്ലെ. കൈഗ, കർണാടകം. കൈഗ എവിടെയാണ്? കർണാടകത്തിലാണ്. കൈഗ, കർണാടകം. കാറൊക്കെ ഓടിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. കൈഗ എവിടെയാണ്? കർണാടകം. നെക്സ്റ്റ് കൂടംകുളം, തമിഴ്നാട്ടിലാണ്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് കൂടംകുളം തമിഴ്നാട്ടിലാണ് അല്ലെ. അപ്പൊ ഇത് കുളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടംകുളം ആണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, കുളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കുളത്തു നിന്നാണ് നമ്മളെല്ലാവരും തമ്മിൽ കാണുന്നത് അല്ലെ. ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ കാണുന്നത് എവിടെ നിന്നാണ്? കുളത്തു നിന്നാണെന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യാനാണ് തമ്മിൽ കാണുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ തമിഴ്നാട്ടിലാണ് കൂടംകുളം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ പേരെല്ലാം ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഭാഗത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവൂ. താരാപൂർ എന്താണ്? മഹാരാഷ്ട്രയിലാണ്. മഹാന്മാരാണ് താരങ്ങൾ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. കൊവാഡ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രക്കാർ ഭയങ്കര വാടയാണെന്ന് ആലോചിക്കുക. റാവത്ത് ഭട്ട് രാജസ്ഥാൻ. അല്ലെ. കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കല്ലൊക്കെ തമ്മിൽ അടുപ്പിച്ചാണ് വെക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. നറോറ ഉത്തർപ്രദേശാണ്. അല്ലെ. നറേഷനോട് കൂടിയിട്ട് റോ ആയിട്ടാണ് നമ്മൾ ഉത്തരക്ക് എഴുതാന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കക്രപ്പാറ ഗുജറാത്ത് അല്ലെ. എന്താ പറഞ്ഞത്? പാറയൊക്കെ നമ്മൾ കക്കുന്നത് രാത്രി പോയിട്ടാണെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. കൈഗ കർണാടകമാണ്. കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാർ ഓടിക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കൂടംകുളം എന്താണ്? തമിഴ്നാട്ടിലാണ് ഇല്ലേ. കുളത്തിനാണ് നമ്മൾ തമ്മിൽ കാണാന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3, 4, 5, 6, 7, 8 കാര്യങ്ങളല്ലേ. ഈ 8ഉം കൃത്യമായിട്ട് പഠിക്കുക. കണക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. താങ്ക് യു.